ശബരിമല കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലേക്ക് നിശ്ചയിച്ചിരുന്ന സമരം ഉപേക്ഷിച്ചു. സമരം ഉപേക്ഷിച്ചതായി അയ്യപ്പ ധർമ്മ പ്രചാര സഭ അറിയിച്ചു. വാജിവാഹനം മടക്കി കൊടുക്കാൻ തന്ത്രി സന്നദ്ധത അറിയിച്ചതിനെ തുടർന്നാണ് പിന്മാറ്റം. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, ഈ വിവരം, ഈ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിയുടെ പക്കലാണ് ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ വലിയ പ്രചാരം കിട്ടുന്നത് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും പലതരത്തിലുള്ള വിവാദങ്ങളും വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇത്രയും വിവാദങ്ങൾ കൂടി ഉണ്ടായ സമയത്താണ് ഇത് തിരികെ കൊടുക്കാം എന്നൊരു സന്നദ്ധത തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സമരം ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ഈ മാസം 15-ാം തീയതി കണ്ഠർ രാജീവരുടെ ചെങ്ങന്നൂരിലെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടിയാണ് ഭക്തജന സംഘടനകളിൽ ഒന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വാജിവാഹനം ശബരിമലയുടെ ഉടമസ്ഥത അല്ലെങ്കിൽ ശബരിമലയ്ക്ക് അവകാശപ്പെട്ടതാണ്, അത് ദേവസ്വം ബോർഡിലേക്ക് തിരികെ എത്തിക്കണം, അത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ് തന്ത്രി എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെട്ടത്. പല ഓൺലൈൻ ചാനലുകളടക്കം ഇത് വലിയ വാർത്തയായി വരികയും ഒടുവിൽ ഇത് കൊടുക്കാൻ തന്ത്രി തന്നെ സന്നദ്ധത അറിയിക്കുകയും കഴിഞ്ഞ മാസം 8-ാം തീയതി ദേവസ്വം ബോർഡിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ദേവസ്വം ബോർഡിന്റെ പിന്നീട് വന്ന മീറ്റിംഗിൽ പരിശോധിക്കുകയും ഇത് തിരികെ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി നിയമോപദേശം തേടാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സമരം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് വാർത്താക്കുറിപ്പിലൂടെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് ഏറെ കാലതാമസം ഒരുപക്ഷെ സാങ്കേതികമായി വേണ്ടിവരാം. എന്തായാലും തന്ത്രി വാജിവാഹനം തിരികെ കൊടുക്കാൻ സന്നദ്ധത അറിയിച്ചതിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് സമരപ്രഖ്യാപനത്തിൽ നിന്നും സംഘടന പിന്നോട്ട് പോകുന്നത്.